വലിയ വിപ്ലവകാരികളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും ഞങ്ങൾ ചോരയും നീരും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ് എന്ന്. എന്താ ഈ ചോരയും നീരും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് കുറെ പാവങ്ങളെ രാഷ്ട്രീയമായി കൊലപ്പെടുത്തി അവരുടെ ചോര കൊണ്ടുണ്ടാക്കി എന്നൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കും. പക്ഷെ ചോരയും നീരും എന്ന് പറയുന്നത് കോഴിയുടെ ചോരയാണ്. എല്ലാ മുത്തികൾക്കും ചോര നൽകണം. മുത്തി ആവശ്യപ്പെടുന്നു, എനിക്ക് ഇരുകാലിയുടെ ചോര വേണം. നീര് നല്ല പന ചെത്തി ഇറക്കുന്ന, ഇപ്പൊ പൊടി കലക്കി ഷാപ്പുകളിൽ കിട്ടുന്ന കള്ളല്ല യഥാർത്ഥ കള്ള്. പ്രത്യേകിച്ച് പാലക്കാടൻ ഗ്രാമങ്ങളിൽ മധുരക്കള്ള്, ഈ ഇളം പനങ്കള്ള്, മധുരമുള്ള കള്ള്, അതാണ് ചോരയും നീരും എന്ന് പറയുന്നത്. ആ ചോരയും നീരും കൊടുത്ത് ശാക്തീകരിച്ചത് ഇവിടത്തെ പ്രതിഷ്ഠകൾക്കായിരുന്നു, ഒരു കാവിന്റെ സംസ്കാരത്തിനായിരുന്നു. ആ കാവുകളൊക്കെ ഇപ്പൊ ക്ഷേത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എന്താ കാവും ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ചിലരുടെ ധാരണ ദൈവത്തിന് മഴ കൊണ്ടാ ജലദോഷം പിടിക്കുന്ന. അപ്പൊ ഉടനെ തന്നെ അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് കൊണ്ട് ഒരു കൂടാറുണ്ടാക്കും. കുറെ കഴിയുമ്പോൾ ചുമര് കെട്ടും, പിന്നെ വാതില് വെക്കും. അപ്പോ കാവ് എന്തായി മാറി? ക്ഷേത്രമായി മാറി. കാവ് വെറുതെ ഉണ്ടായതല്ല. പ്രകൃതിയിൽ പ്രതിഷ്ഠിക്കുന്ന ആ കല്ല് ജീവശിലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അത് സ്വന്തം വീട്ടുമുറ്റത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ പ്രകൃതിയുടെ സകല ശക്തി സ്രോതസ്സും അവിടെ ഊർജമായി മാറും. വലിയ ഇടിവെട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ മിന്നലിൽ നിന്ന് പുറപ്പെടുന്ന, നമുക്ക് ഇന്ന് വരെ അളക്കാൻ കഴിയാത്ത അത്രയും വലിയ വൈദ്യുത ഊർജത്തെ ആ കല്ലുകൾ സ്വീകരിക്കുന്നു. പെരുമഴയുണ്ടാകുമ്പോൾ ആ വെള്ളത്തിന്റെ ശക്തി മുഴുവൻ ആ കല്ലുകൾ ആവാഹിക്കുന്നു. അതുകൊണ്ടാണ് അതൊക്കെ തുറന്നു വെക്കണം. അപ്പൊ അതിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ആ മിന്നലിന്റെ ശക്തി, ആ ഊർജം, പ്രകൃതിയുടെ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത അദൃശ്യമായ നിരവധി ശക്തികൾ, ആ ശക്തികളെ ആവാഹിക്കുന്ന അത്തരം ശിലകളുടെ മുൻപിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും അതിൽ നിന്നുള്ള ഊർജപ്രവാഹം നമുക്കൊരു ശക്തിയായി മാറും. അതാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥനയല്ല, പ്രകൃതിയോടുള്ള സമർപ്പണമാണ്. അവിടെ നിന്ന് മാറി പൗരോഹിത്യം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന ആള് പ്രാർത്ഥിച്ചാലേ ദേവി കേൾക്കുള്ളൂ എന്നൊക്കെ ചിട്ടകൾ വരുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും പോയി ആരാധിക്കാവുന്ന കാവിന്റെ സംസ്കാരത്തിൽ നിന്ന് പുരോഹിതന്റെ പൗരോഹിത്യത്തിന്റെ ക്ഷേത്ര സംസ്കാരത്തിലേക്ക് മാറിയപ്പോഴാണ് ചരിത്രമൊക്കെ പലതും വളച്ചൊടിക്കപ്പെട്ടത്. പക്ഷെ തിരിച്ചറിയുക, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇത്തരത്തിലുള്ള ഗുഹകളിലെ ഊർജം, ഇത്തരത്തിലുള്ള കാവുകളിലെ പ്രതിഷ്ഠകളുടെ ഊർജം, അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ളതിൽ സംശയമില്ല. പൈതൃക സംരക്ഷണം എന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പാരമ്പര്യമല്ല. അത് മഹത്തായ ഒരു നാടിൻ്റെ പൈതൃകമാണ്. എല്ലാ ഗോത്രങ്ങളും ചേർന്ന്, ഇപ്പൊ തോലനമുത്തിയെ കുറിച്ച് പറയുമ്പോൾ തോലനമുത്തിക്ക് നീര് പകർന്നിരുന്നത് കൂടാർ എന്ന് പറയുന്നൊരു വിഭാഗം. കാരണം അവരാണ് ഈ മധുരക്കള്ള് പനയിൽ ചെത്തി ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അതുപോലെ ഓരോ ഗോത്രത്തിന് ഓരോ ആചാരങ്ങൾ. ആ ഗോത്രം ഇന്ന ഗോത്രത്തിൽ നിന്ന് അതിന് മുറവും പറയുമൊക്കെ ഇന്ന ഗോത്രത്തിൽ നിന്ന് വരണം. വാളും ചിലമ്പും ഇന്ന ഗോത്രത്തിൽ നിന്ന് വരണം. അങ്ങനെ ഗോത്രങ്ങളെ വേർതിരിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോഴും തോലനിമുത്തിയുമായി ബന്ധപ്പെട്ട കഥകളിൽ നമുക്ക് കേൾക്കാം കുരുടിമുത്തി. ആ മുത്തിക്ക് കണ്ണ് കാഴ്ച കുറവാണ്. പക്ഷെ അവിടെയാണ് വിത്തെറിയുന്ന മഹത്തായ സംസ്കാരം. അവിടെയാണ് ഇപ്പോഴും. അതൊരു കൂട് കെട്ടി വിത്ത് പനയോലയിൽ വെച്ച്, പനയോലയിൽ വിത്ത് വെച്ച്, വൈക്കോലും വിത്തും ഒക്കെ വെച്ച് അതൊരു കൂട് പോലെ കെട്ടി ആ കാവിലേക്ക് വലിച്ചെറിയുകയും അത് എത്തിപ്പിടിച്ച ആളുകൾ ദോഷപരിഹാരത്തിന് വേണ്ടി അവരവരുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ മുൻപിൽ കെട്ടിത്തൂക്കുകയും ചെയ്യും. അതെന്താണ് ആ സംസ്കാരം? വിത്ത് നൽകുന്നത് കൃഷിയിടങ്ങളിൽ വിതയ്ക്കാനുള്ള നെല്ല് മാത്രമല്ല. നെല്ലൊക്കെ അടുത്ത കാലത്ത് വന്ന്, അതിനു മുൻപ് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ചാമ, തിന, പാണ്ടി, കോറ തുടങ്ങുന്ന നമ്മുടെ ലഘുധാന്യങ്ങള്, മലയാളികളുടെ യഥാർത്ഥ ഭക്ഷണം ലഘുധാന്യങ്ങളാ. ആ ലഘുധാന്യങ്ങളുടെ വിത്തുകള്, പയർ വർഗ്ഗങ്ങളുടെ വിത്തുകള്, ചേന, കാച്ചില്, ചേമ്പ്, നമ്മുടെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ, ഭൂമിക്ക് ചേർന്ന ഭക്ഷണത്തിന്റെ, ആ പ്രകൃതിക്ക് ചേർന്ന ഭക്ഷണത്തിന്റെ വിത്തുകൾ അത്തരം അമ്പലങ്ങളിൽ നിന്ന്, അമ്പലം എന്ന് ഞാൻ പറയില്ല, കാവുകളിൽ നിന്ന് മുത്തിയാണ്. ഒരു വീട്ടിലെ വിത്ത് സൂക്ഷിച്ചു വെക്കുന്നത് മുത്തിയാണ്, അല്ലെ? ഇപ്പൊ ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാ.
എൻ്റെ വീട്ടില് വിത്തിന്റെ സംരക്ഷകന്റെ അമ്മ, അതിനു മുൻപ് അമ്മൂമ്മ, അവരാണ് വിത്തിന്റെ സംരക്ഷകര്. അവർ ആ വിത്തെടുത്ത് തരുന്നത് വലിയ ആചാരമായി കാണുന്നതാണ് ഈ വിത്തെറിയല്, കൂടെറിയലൊക്കെ. അത്തരം മഹത്തായ സംസ്കാരങ്ങളൊക്കെ പ്രാകൃതമാണ് എന്ന് പഠിപ്പിക്കുന്നു അധിനിവേശ ശക്തികൾ. ആ അധിനിവേശ ശക്തികളുടെ പഠനങ്ങളും അവരുടെ ഉയരം ഇങ്ങനെ അദ്ദേഹം അത് കൃത്രിമമായിട്ട് ഒരുപക്ഷെ സൃഷ്ടിച്ചതായിരിക്കാം. അതിനു മുൻപ് നമ്മുടെ നാശത്തിന്റെയും കാരണം. അതുകൊണ്ട് തിരിച്ചറിയുക, പൈതൃകങ്ങളെ വീണ്ടെടുക്കുക, പാരമ്പര്യങ്ങളെ പഠിപ്പിക്കുക. അതുതന്നെയാണ് ഗ്രാമഭാരതത്തിന്റെ ഈ വലിയ പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്.